Hi all, welcome to IE Plus. ഞാൻ അക്ഷര. Cadet Category 2, Part 1, Child Development and Pedagogy Questions-ന്റെ ഡിസ്കഷൻ ആണ്. ആദ്യത്തെ ചോദ്യം, മറവിയുമായി ബന്ധപ്പെട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് ആവിഷ്കരിച്ച സിദ്ധാന്തം. ഫോർഗെറ്റിങ്ങിനെ കുറിച്ച് സിഗ്മണ്ട് ഫ്രോയിഡ് മുന്നോട്ട് വെച്ച പോസ്റ്റുലേറ്റ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദമന സിദ്ധാന്തമാണ്, തിയറി ഓഫ് റിപ്രഷൻ. ഓൾറെഡി നമ്മൾ ഡിഫൻസ് മെക്കാനിസം, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഒക്കെ പഠിച്ച സമയത്ത് ഡിസ്കസ് ചെയ്തു പോയ ടോപ്പിക് ആയിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ഒരു സ്കൂളിലെ 6ാം ക്ലാസ് അധ്യാപികയായ അഞ്ജലി ടീച്ചർ പറഞ്ഞു, ഈ വർഷം പെൺകുട്ടികൾക്ക് മാത്രമേ ക്ലാസ് ലീഡർ ആകാൻ അവസരമുള്ളൂ. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ലിംഗസമത്വം, ലിംഗപക്ഷപാതം, ജനാധിപത്യ ലംഘനം, ടീച്ചർക്ക് പെൺകുട്ടികളോടുള്ള സ്നേഹം. എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ലിംഗപക്ഷപാതത്തെയാണ് അല്ലെ, ജെൻഡർ ബയാസ് ആണ്. നമ്മുടെ മാരത്തൺ സെക്ഷനിലാണെങ്കിലും ജെൻഡർ ബയാസ്, ജെൻഡർ സ്റ്റീരിയോടൈപ്പ് പോലുള്ള ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ സെക്ഷന്റെ എൻഡില് സ്റ്റുഡൻസ് ഡൗട്ട് ആയിട്ട് ചോദിച്ച കാര്യങ്ങളായിരുന്നു. അത് അതുപോലെ തന്നെ എന്ത് ചെയ്തു, കൃത്യമായിട്ട് ചോദിക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം, വളർച്ചയുമായി ബന്ധപ്പെടുത്തി പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. ഉറപ്പായിട്ടും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ഏരിയയിൽ നിന്ന് ചോദ്യം വരുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇത്തവണ 4 പ്രസ്താവനകൾ കൊടുത്തിട്ട് അതിൽ നിന്ന് ശരി കണ്ടെത്താനായിട്ടാണ്. വളർച്ച പലപ്പോഴും പഠനത്തെയും പരിവർത്തനത്തെയും സ്വാധീനിക്കുന്നു. വളർച്ചയിലൂടെ വികാസം ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം. വളർച്ച ജനനം മുതൽ മരണം വരെയുള്ള നിരന്തര പ്രക്രിയയാണ്. വളർച്ച ഗുണാത്മകമായ ഒരു മാറ്റമാണ്. എങ്കിൽ ചുവടെ തന്നിരിക്കുന്നതിൽ ശരി ഏതെന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് ആദ്യത്തെ 2 കാര്യങ്ങൾ അല്ലെ, നമ്മുടെ ഗ്രോത്ത് എന്ത് ചെയ്യാം, ചിലപ്പോൾ ലേണിങ്ങിനെ മെച്ചുറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അതോടൊപ്പം എന്താണ്, ഗ്രോത്ത് ഡെവലപ്മെന്റിലേക്ക് നയിക്കുകയോ നയിക്കാതിരിക്കുകയോ ചെയ്യാം. വികാസം ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം. ഈ 2 പോയിന്റ്സ് കറക്റ്റ് ആണ്. വളർച്ച ജനനം മുതൽ മരണം വരെ നിരന്തര പ്രക്രിയയല്ല. അതോടൊപ്പം തന്നെ എന്താണ്, വളർച്ച ഗുണാത്മകമായ മാറ്റവുമല്ല. അങ്ങനെയാണെങ്കിൽ സ്ഥാപനം 1ഉം 2ഉം ശരി. അടുത്ത ചോദ്യം, ഗോർഡൻ ഡബ്ല്യു ആൽപോർട്ട് മുന്നോട്ട് വെച്ച വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെട്ട ട്രേറ്റ് തിയറിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈമറി ട്രേറ്റ് ആണ് ഉൾപ്പെടാത്തത്. കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ്, സെക്കൻഡറി ട്രേറ്റ് എന്നിവ നമ്മൾ ആൽപോർട്ടിന്റെ ട്രേറ്റ് തിയറിയിൽ വരുന്നതാണ്. അടുത്ത ചോദ്യം, നമ്മൾ ഉറപ്പായിട്ടും ചോദിക്കുന്ന 100% ഉറപ്പിച്ച് പറഞ്ഞ കൺസെപ്റ്റ് ആണ് വൈഗോട്സ്കി ആയിട്ട് ബന്ധപ്പെട്ട് ഇത്തവണ ചോദിച്ച ചോദ്യം. ഒരു പഠിതാവിന്റെ നിലവിലെ പഠന നിലയും മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരുന്ന പഠന നിലയും തമ്മിലുള്ള വ്യത്യാസത്തെ സൂചിപ്പിക്കുന്ന സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? വൈഗോട്സ്കി ആണ്. അടുത്ത ചോദ്യം, ലൈസമാന്റെ ബുദ്ധിമാനം IQ 100-ൽ താഴെയാണ്. കൂടാതെ മാനസിക വയസ്സ് 14-മാണ്. ശാരീരിക വയസ്സുമായി ബന്ധപ്പെട്ട് 4 പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. അപ്പം ഇവിടെ നമുക്ക് എന്താണ് ശരിയായ എന്താണ് ലൈസമാന്റെ ശാരീരിക വയസ്സിനെ സംബന്ധിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നത് ശരി ഏതെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ്. 14 മാനസിക വയസ്സും IQ 100-ഉം വരുമ്പോഴത്തേക്ക് നമുക്ക് ശാരീരിക വയസ്സ് 15 അല്ലെങ്കിൽ 16 വരണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ എങ്ങനെ വരും? പ്രസ്താവന 3ഉം 4ഉം മാത്രമാണ് ശരി. അടുത്ത ചോദ്യം, അധ്യാപന പഠന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ചില രീതികൾ ചുവടെ കൊടുക്കുന്നു. കുട്ടികളിൽ വിമർശനാത്മക ചിന്ത പരിപോഷിപ്പിക്കുന്നതിന് തികച്ചും അനുയോജ്യമല്ലാത്ത രീതി ഏത്? ഭാഷണ രീതിയാണ്, ലെക്ചർ മെത്തേഡാണ്. ലെക്ചർ മെത്തേഡ് എപ്പോഴും എങ്ങനെയായിരിക്കും? സ്റ്റുഡന്റ് സെൻട്രിക് അല്ല, ടീച്ചർ സെൻട്രിക് ആയിരിക്കും. അടുത്ത ചോദ്യം, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആത്യന്തിക വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് സ്കൂൾ തലത്തിൽ 2025-26 അധ്യയന വർഷം മുതൽ നടപ്പിലാക്കിയ പരിഷ്കാരം. അപ്പൊ ഈ ഒരു കാര്യം നോക്കുമ്പോഴത്തേക്ക് വളരെ റീസെന്റ് ആയിട്ടല്ലേ, അപ്പൊ ഈ ഒരു അക്കാദമിക് ഇയറിൽ പുതുതായിട്ട് കൊണ്ടുവന്ന നമ്മുടെ കേരള ഗവൺമെന്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കാനാണ്. അടുത്തുള്ള ക്ലാസ്സിലേക്കുള്ള ക്ലാസ് കയറ്റത്തിന് ഓരോ വിഷയത്തിലും പ്രത്യേകമായ ആത്യന്തിക വിലയിരുത്തലുമായി ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് മിനിമം 30% സ്കോറെങ്കിലും നേടിയിരിക്കണം. അടുത്ത ഓപ്ഷൻ 33% സ്കോറെങ്കിലും നേടിയിരിക്കണം. അടുത്ത ഓപ്ഷൻ ഭാഷാ വിഷയത്തിന് 30% സ്കോറെങ്കിലും നേടിയിരിക്കണം. അടുത്ത ഓപ്ഷൻ സയൻസ്, ഗണിതം, സാമൂഹ്യശാസ്ത്രം തുടങ്ങിയ കോർ വിഷയങ്ങൾക്ക് 30% സ്കോറെങ്കിലും നേടിയിരിക്കണം. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആദ്യത്തെ ഓപ്ഷനാണ്. തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് ക്ലാസ് കയറ്റത്തിന് ഓരോ വിഷയത്തിനും പ്രത്യേകമായിട്ട് സമ്മേറ്റീവ് ഇവാലുവേഷനിൽ എത്ര മാർക്ക് ഉണ്ടായിരിക്കണം? മിനിമം 30% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. അടുത്ത ചോദ്യം, നല്ല ശോധകത്തിന് വേണ്ട പൂർണ്ണ സവിശേഷതകൾ ഏതൊക്കെയാണ്? വസ്തുനിഷ്ഠതയും വിശ്വാസ്യതയും, സാധുതയും വിശ്വാസ്യതയും പ്രായോഗികതയും, വസ്തുനിഷ്ഠത, വിശ്വാസ്യത, സാധുത, പ്രായോഗികത എന്നിവ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പം പെട്ടെന്ന് നോക്കും, ഫസ്റ്റ് ഓപ്ഷൻ ശരിയും തോന്നും, സെക്കൻഡ് ഓപ്ഷൻ ശരിയും തോന്നും, തേർഡും ശരിയാണ്. പക്ഷെ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഇതെല്ലാം വരുന്നുണ്ടല്ലേ. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് അശ്രദ്ധ കാണിക്കരുത്. പെട്ടെന്ന് ചാടിക്കയറി ആൻസർ ചെയ്യില്ല. ഓപ്ഷൻ എല്ലാം വായിച്ചു നോക്കിയ ശേഷം മാത്രമേ മാർക്ക് ചെയ്യാവൂ. വസ്തുനിഷ്ഠത, വിശ്വാസ്യത, സാധുത, പ്രായോഗികത എന്നിവയെല്ലാം എന്താണ്? നല്ല ശോധകത്തിന് വേണ്ട പൂർണ്ണ സവിശേഷതകളാണ്. ഒബ്ജക്ടിവിറ്റി, റിലയബിലിറ്റി, വാലിഡിറ്റി ആൻഡ് പ്രാക്ടിക്കബിലിറ്റി.
ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നതിൽ എക്സെപ്ഷണൽ വിഭാഗത്തിൽ ഉൾപ്പെടാത്ത കുട്ടികൾ ഏത്? എക്സെപ്ഷണൽ ചൈൽഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. ഈ കൂട്ടത്തിൽ പൊണ്ണത്തടിയുള്ള കുട്ടികൾ, ചിൽഡ്രൻ വിത്ത് ഒബിസിറ്റി എന്ന് പറയുന്ന ഒരിക്കലും എക്സെപ്ഷണൽ ചൈൽഡ് അല്ലല്ലേ. ഇനി മെന്റലി ചാലഞ്ചഡ് ചിൽഡ്രൻ ആണെങ്കിലും, സ്ലോ ലേണേഴ്സ് ആണെങ്കിലും, ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആണെങ്കിലും ഒക്കെ എന്താണ്, അത് എക്സെപ്ഷണൽ ചൈൽഡ് ആണ്. അടുത്ത ചോദ്യം, നേരിയ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന ലുധയ എന്ന കുട്ടിയുമായി രക്ഷിതാവ് എല്ലാ റെക്കോർഡുകളുമായി കുട്ടിയോടൊപ്പം സ്കൂളിലെത്തി. എന്നാൽ സ്കൂൾ പ്രധാന അധ്യാപകൻ കുട്ടിക്ക് പ്രവേശനം നിഷേധിച്ചു. ഏതെങ്കിലും സ്പെഷ്യൽ സ്കൂളിൽ പ്രവേശനം നേടാൻ അദ്ദേഹം പറഞ്ഞു. പ്രധാന അധ്യാപകന്റെ നടപടികൾ സംബന്ധിച്ച് ശരിയായ തീരുമാനം ഏതാണ്? പ്രധാന അധ്യാപകന്റെ നടപടി ശരിയാണ്. ഉൾപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസ തത്വങ്ങൾ അനുസരിച്ച് പ്രധാന അധ്യാപകൻ കുട്ടിക്ക് നിർബന്ധമായും പ്രവേശനം നൽകണം. പ്രധാന അധ്യാപകൻ ഇക്കാര്യം മേലധികാരികൾക്ക് തുടർ നടപടിയായി സമർപ്പിക്കണം. അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ അഭിപ്രായം പ്രധാന അധ്യാപകൻ തേടണം. നമുക്ക് എന്താ ആൻസർ വരിക? ഉൾപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസ തത്വങ്ങൾ അനുസരിച്ച് പ്രധാന അധ്യാപക കുട്ടിക്ക് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? പ്രവേശനം കൊടുക്കണം. അല്ലെ, നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. എപ്പോഴും നമ്മൾ പറയുന്നതാണ് എല്ലാവരെയും ഒരുപോലെ ഒന്നിച്ചൊരു കുടക്കീഴിലാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ കൊണ്ടുവരുന്നത്. അടുത്ത ചോദ്യം, സ്റ്റേൺബർഗിന്റെ വിവര വിശകലന സിദ്ധാന്ത പ്രകാരം, ഇൻഫർമേഷൻ പ്രോസസിംഗ് തിയറി പ്രകാരം, ആന്തരിക ലോകം പ്രവർത്തിക്കുന്നത് പരസ്പര ബന്ധിതമായ 3 വ്യത്യസ്ത ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നമ്മുടെ ഇന്റേണൽ വേൾഡ് 3 വ്യത്യസ്തമായിട്ടുള്ള കമ്പോണൻസിനെ, സെപ്പറേറ്റ് ആയിട്ടുള്ള തമ്മിൽ കണക്ട് ആയിട്ടുള്ള 3 കമ്പോണന്റിനെ ബേസ് ചെയ്താണ്. അവയിൽ ഏറ്റവും ശരിയായത് ഈ കൂട്ടത്തിൽ നിന്ന് കണ്ടെത്താനാണ്. ആൻസർ വരുന്ന ഏതാണ്? അറിവ് നേടൽ ഘടകം, പ്രകടന ഘടകം, അതീത ഘടകം, നോളജ് അക്വിസിഷൻ കമ്പോണന്റ്, പെർഫോമൻസ് കമ്പോണന്റ് ആൻഡ് മെത്തഡ് കമ്പോണന്റ്. ചോദ്യം, താഴെ പറയുന്നവയിൽ ഡേവിഡ് പോൾസ്ബെല്ലിന്റെയും ജെറോം സ്പ്രൂണറുടെയും പഠന സിദ്ധാന്തങ്ങളിൽ പൊതുവായുള്ളത്, രണ്ടുപേരുടെയും തിയറിയിൽ, നമുക്ക് ഹോസ്ബെല്ലിന്റെയും ബ്രൂണറിന്റെയും തിയറിയിൽ ഈ കൂട്ടത്തിൽ കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന എന്താണ്? രണ്ടുപേരും അക്വിസിഷൻ ഓഫ് നോളജിന് പ്രാധാന്യം കൊടുത്തു, അല്ലെ. രണ്ടും ജ്ഞാനാർജനം ലക്ഷ്യമിടുന്നു. അടുത്ത ചോദ്യം, എല്ലാ കുട്ടികൾക്കും സ്വാഭാവികമായി ഭാഷ മനസ്സിലാക്കുന്നതിനുള്ള കഴിവുണ്ട്. അത്തരത്തിലുള്ള ഒരു ഭാഷാ സമാർജന ഉപകരണം LED എല്ലാ കുട്ടികളിലും ഉണ്ട്. ഇതിനെ സാർവലൗകിക ഭാഷാ വ്യാകരണം എന്ന് വിശദീകരിക്കാവുന്നതാണ്. ഈ ആശയം മുന്നോട്ട് വെച്ചത് ഈ ക്വസ്റ്റിനെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ലാഡ് ആണല്ലേ, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, മിഫേന 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലും ചിത്രരചനയിലും അവൾക്ക് അതീവ സാമർഥ്യമുണ്ട്. ഇതിനെ ഏതരത്തിലുള്ള ബുദ്ധിയുമായി ബന്ധപ്പെടുത്താവുന്നതാണ്? ശാരീരിക ചലനപര ബുദ്ധി, ദൃശ്യസ്ഥലപര ബുദ്ധി, പ്രകൃതിപര ബുദ്ധി, യുക്തി, ഗണിതപര ബുദ്ധി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, അതോടൊപ്പം തന്നെ എന്താണ്, ഡ്രോയിങ്, ചിത്രരചന, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ മികവുള്ള കുട്ടികളിൽ ഏത് ബുദ്ധിയായിരിക്കും കൂടി നിൽക്കുക? ദൃശ്യസ്ഥലപര ബുദ്ധിയാണ്. ചോദ്യം, യുവാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇക്കഴിഞ്ഞ ഗണിതം പരീക്ഷയിൽ യുവാന് വളരെ കുറഞ്ഞ സ്കോറാണ് ലഭിച്ചത്. ചോദ്യപേപ്പർ വളരെ കഠിനമാണെന്നും ഉള്ളടക്കം ക്ലാസ്സിൽ ചർച്ച ചെയ്തില്ല എന്നും അവൻ കുറ്റപ്പെടുത്തുന്നു. ഇത് ഏത് തരം സമായോജന തന്ത്രമാണ്? ഇവിടെ എന്താ ചെയ്യുന്നത്? കുട്ടിയുടെ കുറ്റത്തെ മറ്റൊന്നിലേക്ക് പ്രൊജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ. അപ്പൊ അത് പ്രക്ഷേപണമാണ്, പ്രൊജക്ഷൻ ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊരു സമായോജന തന്ത്രമാണ്. അടുത്ത ചോദ്യം, അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട ചില ആവശ്യ പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. സാമൂഹികമായ അംഗീകാരം, അധികാരത്തോടുള്ള ആഗ്രഹം, സുരക്ഷിതത്വത്തിനോടുള്ള ആഗ്രഹം, വിജയിക്കുവാനുള്ള ആഗ്രഹം. ഡേവിഡ് മെക്ലാൻഡിന്റെ അഭിപ്രേരണ സിദ്ധാന്തവുമായി ബന്ധപ്പെടുത്തി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഏതെന്ന് കണ്ടുപിടിക്കാനാണ്. നമ്മുടെ മാരത്തോൺ സെക്ഷനിലും പറഞ്ഞാണ് മെക്ലാൻഡ് മോട്ടിവേഷൻ തിയറി കൂടെ നിങ്ങൾ നോക്കി വെക്കണമെന്ന്. വരുന്നത് സാമൂഹികമായ അംഗീകാരം, അധികാരത്തോടുള്ള ആഗ്രഹം, വിജയിക്കുവാനുള്ള ആഗ്രഹം തുടങ്ങിയവയാണ്. അതുകൊണ്ട് ആൻസർ 1, 2 and 4 ആണ് വരുന്നത്. അടുത്ത ചോദ്യം, തന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ സാമൂഹ്യ ബന്ധം വിലയിരുത്താൻ മിസ് ടീച്ചർ തീരുമാനിച്ചു. ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രീതിയാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായുള്ളത്? സാമൂഹ്യ ബന്ധം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. എന്താണ്? സോഷ്യോമെട്രി ആണ്. അടുത്ത ചോദ്യം, ജ്ഞാനനിർമ്മിതി സമീപനം പിന്തുടരുന്ന ഒരു ടീച്ചർ എന്ന നിലയിൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും സുപ്രധാന ഗുണം ഏതാണ്? അപ്പം ജ്ഞാനനിർമ്മിതി സമീപനം എന്ന് പറയുമ്പോൾ എന്താണ്? കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ആണ്. നോളജ് കൺസ്ട്രക്ട് ചെയ്യണം. അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു പഠന സമീപനത്തിൽ കുട്ടിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട ഒരു ഗുണം ഏതാണ് ഈ കൂട്ടത്തിൽ? ഇത് ക്രിയാത്മക വ്യക്തിഗത ചിന്തയാണ്. ക്രിയേറ്റീവ് ആൻഡ് ഇൻഡിപെൻഡന്റ് തിങ്കിങ് ആണ്. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ളവയിൽ നിന്ന് റോബർട്ട് എം ഗാഗ്നെ മുന്നോട്ട് വെച്ച പഠന മേഖലകൾ ശരിയായത് കണ്ടെത്തി എഴുതുക. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് വാചികമായ അറിവ്, വൈജ്ഞാനികമായ തന്ത്രങ്ങൾ, ചാലക നൈപുണികൾ, മനോഭാവ രൂപീകരണം, ഭൗതിക ശേഷി വികാസം എന്നിവയാണ്. അടുത്ത ചോദ്യം,
വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ ആശയധാരണ കൈവരിക്കാനായി ടീച്ചർ ധാരാളം മാതൃകകൾ ഉപയോഗിക്കുന്നു. ഈ മാതൃകകളിലൂടെ നിരീക്ഷിക്കാനും തിരിച്ചറിയാനും ആശയരൂപീകരണത്തിനും അവസരം ഒരുങ്ങുന്നു. ഈ പഠന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ്? അപ്പൊ നിരീക്ഷണ പഠനം എന്നൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ തിരിച്ചറിയാൻ പറ്റി. ആരാണ്? ആൽബർട്ട് ബന്ദൂരിയാണ്. അടുത്ത ചോദ്യം, പ്രതികരണത്തെ തുടർന്ന് സുഖകരമായ അവസ്ഥയാണ് സംജാതമാകുന്നതെങ്കിൽ ആ പ്രതികരണം ആവർത്തിക്കപ്പെടാനുള്ള പ്രവണത ഉണ്ടാകും. നേരെ മറിച്ച് പ്രതികരണത്തെ തുടർന്ന് അസുഖകരമായ അവസ്ഥയാണ് സംജാതമാകുന്നതെങ്കിൽ ആ പ്രതികരണം ആവർത്തിക്കാനുള്ള സാധ്യത വിരളമാണ്. ഇയൽ തോൺറേക്കിന്റെ ഏത് പഠന സിദ്ധാന്തമാണ് ഈ പ്രതിഭാസം വിശദമാക്കുന്നത്? ഏത് നിയമമാണ്? ഫല നിയമമാണ്. ലോ ഓഫ് ഇഫക്റ്റ് ആണ്. നമ്മുടെ കേറ്ററ്റ് കാറ്റഗറി 3യും കാറ്റഗറി 1 and 2 സെക്ഷനിലും എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. മറന്നു പോകാതിരിക്കാൻ പിക്ചേഴ്സ് അടക്കം തന്നിട്ട് ഓർത്ത് വെക്കുന്ന രീതിയിൽ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു തന്ന് പഠിപ്പിച്ചതാണ്. അടുത്ത ചോദ്യം അതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ സർഗാത്മകതയുടെ ക്രിയേറ്റിവിറ്റിയുടെ സവിശേഷത അല്ലാത്തത് ഏത്? ഈ കൂട്ടത്തിൽ അയവില്ലായ്മ, റിജിഡിറ്റി ആണ് സർഗാത്മകതയുടെ സവിശേഷത അല്ലാത്തത്. വഴക്കം, മൗലികത, വാചാലതയൊക്കെ എന്താണ്? സർഗാത്മകതയുടെ സവിശേഷതയാണ്. ചോദ്യം, മറ്റുള്ളവരുമായി കൂട്ടുകൂടാനും സഹകരണ മനോഭാവത്തോടെ പ്രവർത്തിക്കാനും അവരുടെ അംഗീകാരം നേടാനുമുള്ള ശ്രമം നടക്കുന്ന ഘട്ടം. ഇതിൽ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്ന ഒരു പ്രതിസന്ധി ഘട്ടം രൂപപ്പെടുന്നു. എറിക് മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം അനുസരിച്ച് ഈ പ്രതിസന്ധി ഘട്ടത്തിന്റെ പേരെന്താണ്? എന്തായിരുന്നു? ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിറ്റി ആണ്. നമ്മൾ ഓരോ സ്റ്റേജും ഡിസ്കസ് ചെയ്ത് പഠിച്ചതാണ്. അടുത്ത ചോദ്യം, കുട്ടികൾ രക്ഷിതാക്കളിൽ നിന്നുള്ള ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി വളരെ നല്ല രീതിയിൽ പെരുമാറാറുണ്ട്. ലോറൻസ് കോൾബർഗ് നിർദ്ദേശിച്ചിട്ടുള്ള ഏത് ധാർമ്മിക വികാസ ഘട്ടത്തിലാണ് കുട്ടികൾ ഇപ്രകാരം പെരുമാറുന്നത്? ഇതേ ചോദ്യം നമ്മൾ മാരത്തോൺ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. ഏതാണ് ഘട്ടം? വ്യവസ്ഥാപിത പൂർവ്വതലമാണ്. പ്രീ കൺവെൻഷണൽ ലെവലാണ്. അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള റൈറ്റ് ടു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് RPW ആക്ട് ഇന്ത്യയിൽ ഏറ്റവും അവസാനമായി പരിഷ്കരിച്ച് നടപ്പിലാക്കിയ വർഷം 2016. അടുത്ത ചോദ്യം, വായനാ വൈകല്യം നേരിടുന്ന ഒരു കുട്ടിക്ക് സ്വയം തിരുത്തലിനായി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഉപയോഗിക്കാൻ സാധിക്കും? ഇവിടെ നമുക്ക് എന്താണ് വായനാ വൈകല്യം തിരുത്താനായിട്ട് നമുക്ക് ഇവിടെ എന്താ ഉപയോഗിക്കാൻ കഴിയുക? ടേപ്പ് റെക്കോർഡർ ആണ്. അപ്പൊ അതിൽ നിന്ന് കേട്ട് ആ ഒരു യഥാർത്ഥ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ പഠിക്കാം. അപ്പൊ ടേപ്പ് റെക്കോർഡർ ആണ് വരുന്നത്. അടുത്ത ചോദ്യം, നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ പ്രക്രിയയിൽ സമഗ്രത വിലയിരുത്തൽ ഉറപ്പാക്കിയിരിക്കുന്നത് ഏത് വികാസത്തിന്റെ അല്ലെങ്കിൽ വികാസങ്ങളുടെ വിലയിരുത്തലിലൂടെയാണ്? ശാരീരിക വികാസം, മാനസിക വികാസം, സാമൂഹിക വൈകാരിക വികാസം, മുകളിൽ പറഞ്ഞവ എല്ലാം സമഗ്രത കോംപ്രിഹെൻസീവ് എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ ഘടകങ്ങളും വരും അല്ലെ? ഫിസിക്കൽ, മെന്റൽ, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് എല്ലാം ചേർന്ന് വരുന്നതാണ് കോംപ്രിഹെൻസീവ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട 4 പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. നമ്മുടെ വികാരങ്ങളെ സ്വയം അറിയുകയും നിയന്ത്രിക്കുകയും ചെയ്യുക, സ്വയം പ്രചോദിതമാകുക, മറ്റുള്ളവരുടെ വികാരങ്ങളെ അറിയുക, ബന്ധങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവും. എങ്കിൽ ഡാനിയൽ ഗോൾമാന്റെ വൈകാരിക ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെടുത്തി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഏതും? ഡാനിയൽ ഗോൾമാന്റെ ഇമോഷണൽ ഇന്റലിജൻസ് തിയറി നമ്മൾ പഠിച്ചതാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ 4 പ്രസ്താവനകളും 1, 2, 3, 4 പ്രസ്താവനകളും ശരിയാണ്. ഫ്ലോ ചാർട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. പുതിയ അറിവ് സംശീകരണം ചേർക്കപ്പെടുന്നു. നിലവിലുള്ള വൈജ്ഞാനിക ഘടന സ്കീമയിലേക്ക് ചേർക്കപ്പെടുന്നു. പുതിയ അറിവില് സംസാരപ്പനം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. നിലവിലുള്ള വൈജ്ഞാനിക ഘടന സ്കീമ. സംഗതി ഇത്രയേ ഉള്ളൂ. സംശീകരണം, സംസ്ഥാപനം എന്നിവയ്ക്കിടയിലുള്ള സംഘർഷങ്ങളാണ് വൈജ്ഞാനിക വികാസത്തിന്റെ അടിസ്ഥാനം. അപ്പൊ ഇവിടെ ഫ്ലോ ചാർട്ട് കൊടുത്തില്ലേ പോലും നമുക്ക് ചോദ്യം വ്യക്തമാണ്. എന്താണ് സംശീകരണം, സംസ്ഥാപനം, അസിമിലേഷൻ, അക്കോമഡേഷൻ നമ്മൾ പഠിച്ചതാണ്. ആരുടെ തിയറിയാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ജീൻ പിയാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ടേംസ് ഒക്കെയാണ്. അതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ സംശയം തോന്നുവാണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് 30 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. കാറ്റഗറി 1 കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. അടുത്ത കാറ്റഗറി വരുമ്പോഴത്തേക്ക് അതനുസരിച്ച് സ്റ്റാൻഡേർഡ് കൂടി വരും. കാറ്റഗറി 3ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരും ആ ഒരു കാര്യം മനസ്സിൽ വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.